ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു വാൾ ഡെക്കറാണ്. കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തെങ്ങിൻ്റെ പൊരിക്കയും അതുപോലെ മച്ചിങ്ങയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ബഡ്സും അതുപോലെ ഫ്ലവറൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് വെച്ച് നല്ല പെയിൻറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതെങ്ങനെ നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തെങ്ങിൻ്റെ ഒരു പൊരിക്ക, പിന്നെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ മൊത്തി എന്നൊക്കെ പറയും ആ ഒരു തേങ്ങയുടെ. അപ്പോൾ അതുപോലെ കുറച്ച് മച്ചിങ്ങൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു മൊത്തി തന്നെ ഇങ്ങനെ 2-3 ടൈപ്പ് ഉണ്ടാവില്ല. കുറച്ച് നല്ലൊരു വലിയ ടൈപ്പ് ഇങ്ങനെ പരന്നിരിക്കുന്നത്, പിന്നെ കുറച്ചൊരു കൂടിയിട്ടുള്ള ടൈപ്പ് ഇതുപോലെ ഇങ്ങനെ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ അത് നല്ല ഭംഗിയുള്ള നോക്കി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്നിൻ്റെ മേലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള അടുക്കടുക്ക് പോലെയുള്ള നല്ലൊരു ഫ്ലവർ പോലെ ഇരിക്കും, നല്ലൊരു റോസ് പൂനെ പോലെ തന്നെ ഇരിക്കും. അപ്പം നമ്മൾ അങ്ങനെ നോക്കിയിട്ട് നല്ല ഭംഗിയുള്ളത് നോക്കിയിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. പിന്നെ ഈ ഒരു ടൈപ്പ് ഇങ്ങനെ മൊട്ട് പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലുള്ള ഒരു കുഞ്ഞ് ഫ്ലവർ പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടുക്ക് തന്നെ ഇങ്ങനെ അതിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ നമ്മൾ ചെറിയൊരു മച്ചിങ്ങൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു വലിയൊരു ടൈപ്പ് ബഡ്സൊക്കെ പോലെ കിട്ടും. ഇനി അതെല്ലാം അങ്ങനെ ചെറിയൊരു ടൈപ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞ് മച്ചിങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അത് തന്നെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ശരിക്കും നമുക്കതിങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള നോക്കി ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഒരു മച്ചിങ്ങയും അതുപോലെ പൊരിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലവർ ബഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവർ ബഞ്ചസ് ആണ്. നമുക്ക് നല്ലൊരു റോസ് പൂനെ പോലെ തന്നെ തോന്നും. അപ്പോൾ അതിൽ ഞാൻ റെഡ് കളർ, അതുപോലെ ബ്ലൂ കളറ്, പിന്നെ പിങ്ക് കളർ 3 ടൈപ്പ് ബഞ്ചസ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ റെഡ് കളറൊക്കെ കാണാൻ കറക്റ്റ് നല്ലൊരു റോസ് പൂനെ പോലെ തന്നെ ഇരിക്കും, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഭയങ്കര സിമ്പിളാണല്ലോ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കതിൽ ജസ്റ്റ് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഒരു ബ്ലൂ കളറാണെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു കളർ എന്ന് പറഞ്ഞിട്ട്. ഈ അടുത്ത് ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്ലവർ ബഞ്ചസ് എല്ലാം കൂടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനത് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് സമയം നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ മോള് ഫുള്ള് ഈ ഒരു പിങ്ക് കളർ ഫുള്ള് പറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചതൊക്കെ ഒന്ന് വീണ്ടും ഒട്ടിച്ചെടുത്താലോ എന്ന്. പിന്നെ അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ അത് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു വാൾ ഡെക്കർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ലീവ്സും കൂടെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സപ്പോർട്ടയുടെ ലീവ്സാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ടല്ല ഇങ്ങനെ ഒരു പഞ്ചസായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ലീവ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനും. അപ്പോൾ ഞാൻ അതും ഇങ്ങനെ കുറേ പറിച്ചിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വാൾ ഡെക്കലൊക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രെയിം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിലേക്ക് 4 സൈഡിലായിട്ട് ഓരോ പീസ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇതിന് ആ ഒരു സ്റ്റെമ്മിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ബഞ്ചസിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം സ്റ്റെം തന്നെയാണ്. അപ്പോൾ ഇതാകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഗ്രീൻ ടൈപ്പൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഗ്രീൻ കളറൊന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് ഞാനിതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു സ്റ്റെമ്മ് നമ്മളിങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ജൂട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ചെടിയുടെ ഉണങ്ങിയ കമ്പൊക്കെ ഉണ്ടാവില്ല, അത് ഞാൻ കട്ടിയില്ലാത്ത, അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മിന് പകരം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റെമ്മൊക്കെ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഓരോ ഫ്ലവേഴ്സായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം അതിൽ കുറച്ച് വലിയൊരു ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ ഞാനിങ്ങനെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ ചെറിയ ഫ്ലവേഴ്സ് കുറച്ച് മേലെയായിട്ട്, പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ആ ഒരു ബഡ്സ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ആ ഒരു ഇതിലെ സ്പേസിനൊക്കെ അനുസരിച്ച് നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഞാൻ ആ സ്റ്റെമ്മിൻ്റെ താഴെയായിട്ട് കുറച്ച് ലീവ്സും കൂടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ഒക്കെ ആക്കി വെച്ചിട്ടുള്ളതാണ് ഈ ഒരു സപ്പോർട്ടയുടെ ലീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള ഏത് ലീവ്സ് ആണോ എന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ ലീവ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടും അതുപോലെ പേപ്പർ കൊണ്ടൊക്കെ ലീഫ് ഉണ്ടാക്കിയിട്ട് ബോട്ടിലും വാൾ ഡെക്കറിലൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ലീവ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ആ താഴെ ഭാഗത്തും പിന്നെ ഇങ്ങനെ ചെറിയ 1-2 ലീവ്സ് എടുത്തിട്ട് ഇങ്ങനെ ആ ഫ്ലവറിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒട്ടിക്കുന്ന സമയത്ത് എവിടേക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ ഒന്ന് അങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സും ലീവ്സൊക്കെ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ലീവ്സിനൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, നല്ലൊരു കളർ തന്നെ ഉണ്ട്. നമ്മൾ ആ ഒരു ലീഫ് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് കളർ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു മേലെ ഭാഗത്ത് മാത്രം ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ കൂടെ കൊടുത്തപ്പോൾ നമ്മൾ ആ ഒരു ലീവ്സിനൊക്കെ നല്ലൊരു അട്രാക്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്കിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടി അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒരു അട്രാക്ഷനും കൂടെ വരുത്താൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് യെല്ലോ കളർ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൈൻസ് പോലെ ഇങ്ങനെ ലീഫിൽ ഇങ്ങനെ ഒരു നമ്മളൊരു എഫക്റ്റ് ഉണ്ടാവില്ല ലീവ്സിന്, അപ്പോൾ അതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ 1-2 ലൈൻസ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ബഞ്ചസും പിന്നെ ആ ഒരു ലീവ്സൊക്കെ നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫ്രെയിം ഇങ്ങനെ ഭയങ്കര പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കോപ്പർ കളർ വെച്ചിട്ട് ആ ഒരു ബ്ലാക്കിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ അങ്ങനെയും കൂടെ ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഫ്രെയിം ഭയങ്കര പ്ലെയിൻ ആണ്, പ്രത്യേകിച്ച് ഇങ്ങനെ പേപ്പർ റോളൊന്നും ചെയ്ത് വെക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ നല്ലൊരു ഭംഗി ഇല്ലാത്ത പോലെ തോന്നാം. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു കോപ്പർ കളർ വേണ്ട, ഗോൾഡൻ കളർ വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് നല്ല മാച്ച് ആയിരിക്കും കേട്ടോ, ഒരു ബ്ലാക്കിലേക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഏത് പെയിൻ്റ് ആണുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പുറമെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺസോ പിന്നെ ബീഡ്സൊക്കെ വേണമെങ്കിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഈ ഫ്ലവർ ബഞ്ചസിന് ഓൾറെഡി വാർണിഷൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലവേഴ്സ് അല്ലേ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് ഇപ്പം പ്രത്യേകിച്ച് വാർണിഷൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കർ നല്ലൊരു ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു പിങ്ക് കളറൊന്നും ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റെഡ് കളറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, നല്ലൊരു ഭംഗിയുണ്ടാവും. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഒരു ഗ്രീൻ കളറിൻ്റെ കൂടെ റെഡ് കളറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിപ്പം അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല കേട്ടോ, മോളിങ്ങനെ അത് പറിച്ചെടുത്തപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തെങ്ങിൻ്റെ പൊരിക്കയും മച്ചിങ്ങയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ടൈപ്പ് ഫ്ലവർ ബഞ്ചസും പിന്നെ അതിൻ്റെ ഒരു കൊതുമ്പൊക്കെ വെച്ചിട്ടൊക്കെ ഫ്ലവർ വേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. നമുക്കിപ്പോൾ ഇതിനൊക്കെ പെയിൻറ്റിൻ്റെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. അതുപോലെ തന്നെ എപ്പോഴും പറയാനുള്ള പോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും അതുപോലെ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ആരും മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റിമോണിയൽസ് കൂടെ കണ്ടു നോക്കാം. ആദ്യത്തെ പിക്ക് അയച്ചത് ചെന്നൈയിലുള്ള ദിവ്യ രാഘവനാണ്. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടൊരു മിനിയേച്ചർ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. അടുത്തതായി അഭിരാമി രാജ് അയച്ചത് നമ്മൾ എഗ്ഷെല്ല് വെച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാസ് അയച്ചത് നമ്മൾ ഒനിയൻ്റെ ആ ഒരു നെറ്റ് ഉണ്ടല്ലോ, ഫ്രൂട്ട് നെറ്റ്, അപ്പോൾ അത് വെച്ചിട്ടൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് സെലീന അയച്ചത് നമ്മൾ എഗ്ഷെല്ല് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വാൾ ഡെക്കർ തന്നെയാണ്. അടുത്ത പിക്ക് അയച്ചത് കാജൽ ഫ്രാൻസിസ് ആണ്. നമ്മൾ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ടൊരു ഫ്ലവർ ബഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ദീപ ഷോബിൻ അയച്ചത് നമ്മൾ ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു സിംഗിൾ കളറിലും അതുപോലെ ഡബിൾ കളറിലൊക്കെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റോൺ പെയിൻറ്റിങ്ങിൻ്റെ ക്രാഫ്റ്റും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ല, പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.